ഹലോ അസ്സാം വലൈക്കും. ഞാനിന്നിവിടെ ഇറാനിപ്പോളയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് 2-3 തവണ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു വെക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 2-3 മിനിറ്റിന് ശേഷം അടപ്പ് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിലെല്ലാം നന്നായി മിക്സായി. മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. തക്കാളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനാണ് ചേർക്കേണ്ടത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് മുഴുവനും പാല്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കൂടെ തന്നെ ഒരു 3/4 കപ്പ് മൈദ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അത് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്.
ഒരു ഹാഫ് ഭാഗമാണ് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്നൊന്ന് കുക്കായി വരട്ടെ. ഒരു 2-3 സെക്കൻഡ് ഇതൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ മസാല ഇവിടെ മൊത്തമായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ബാറ്റർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടി നമുക്ക് മല്ലിയില കട്ട് ചെയ്തത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ക്യാപ്സിക്കം, പിന്നെ അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന്, ഇവയൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇറാനിപ്പോള കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറാനിപ്പോളയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ.